Hello guys, welcome to my YouTube channel. എൻ്റെ പേര് അനവദ്യ ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് വീഡിയോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് അല്ലെങ്കിൽ വ്ളോഗ് തുടങ്ങണമെന്ന് ഞാൻ ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് ഞാനിങ്ങനെ അമ്മയുടെ ഫോണിൽ ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 6 വർഷത്തിന് ശേഷം, അന്നെനിക്ക് 14 വയസ്സായിരുന്നു, ഇപ്പോൾ എനിക്ക് 20 വയസ്സായതുകൊണ്ട് 6 വർഷത്തിന് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എനിക്കൊരു ഓക്കെ. അപ്പം ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ. ഞാൻ ഈ കോളേജിൽ കയറുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തായിരുന്നു. യൂട്യൂബിൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം സെർച്ച് ചെയ്യുമല്ലോ. അതിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരു റിവ്യൂ ഒന്നും അങ്ങനെ കിട്ടിയില്ല. പിന്നെ പിള്ളേരുടെ വീഡിയോസൊന്നും കിട്ടിയില്ല. മാത്രമല്ല മലയാളി കമ്മിറ്റിയൊക്കെ ഉണ്ടോയെന്ന് എൻ്റെ ഇൻസ്റ്റയിലൊക്കെ കുറേ സെർച്ച് ചെയ്തു, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് അത്ര ഇതല്ല, ക്യാമറയുടെ ക്വാളിറ്റി അത്രയൊന്നുമില്ല. ഓക്കെ. സോ ഹൈ ഗൈസ്, ദിസ് ഈസ് മൈ തക്കുടു, എൻ്റെ പാവയാട്ടോ. അപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജ് ഈസ് SRM-CAS എന്ന് വെച്ചാൽ SRM കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ്. ഓക്കെ. സോ SRM എന്ന് വിചാരിക്കുമ്പോൾ SRMന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? ഉണ്ട്. SRMന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇത് മെയിൻ ക്യാമ്പസിലല്ല. വി ഹാവ് 2 ഡിഫറെൻറ്റ് ക്യാമ്പസ്. ഒന്ന് മെയിൻ ക്യാമ്പസിലെ SRMും ഒന്ന് ഇവിടുത്തെ SRM-CASഉം. SRM ക്യാമ്പസിലാണ് ബാക്കി എല്ലാ സകലമാന കോഴ്സസും വരുന്നത്. മെഡിക്കൽ, എൻജിനീയറിങ്, പിന്നെന്താ ആർക്കിടെക്ചർ, ഫാഷന് വഗേര വഗേര, അതൊക്കെ മൊത്തം അതിനകത്താണ്. SRMൻ്റെ അഗ്രികൾച്ചർ ക്യാമ്പസ് മാത്രമാണ് ഈ കുഗ്രാമം പറയത്തില്ലേ, ഐ മീൻ വില്ലേജിൻ്റെ ഉള്ളിൽ അറൗണ്ട് 450 ഏക്കേഴ്സിന് വലിയ ഒരു ഏരിയ. അതിനകത്ത് കോളേജ് ഇത്തിരി പോലെ ഉള്ളൂ. കുറേ ഫീൽഡും ആ ഫീൽഡ് ഈ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ എടുക്കണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ മോസ്റ്റ്ലി ഗൂഗിളിൽ നല്ല യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് SRM വരാറുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കയറി സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഗൂഗിളിൽ നോക്കും. ഫസ്റ്റ് കുറച്ച് മിസ്റ്റേക്സ് നമ്മുടേതായ കുറച്ച് ധാരണകൾ നമുക്ക് വരും. അതിനകത്തുള്ള ഒരു മിസ്റ്റേക്കല്ല, നമുക്ക് പറ്റുന്ന കുറച്ച് അബദ്ധങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണിക്കുന്നത് മെയിൻ ക്യാമ്പസിൻ്റെ അകത്തുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റാണ് കാണിക്കുന്നത്. സംഭവം പണ്ട് ഇവിടെ ക്യാമ്പസിൽ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അത് പറയാൻ വന്നത്, 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഒന്ന് അഗ്രികൾച്ചറും ഹോർട്ടിക്കൾച്ചറും. ദീസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കോഴ്സസ്. ഓക്കെ. നാട്ടിലുള്ള ചിലർക്കും അറിയണമെന്നില്ല ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞതുണ്ട്, കോഴ്സുണ്ട്. അഗ്രികൾച്ചറിന് സെപ്പറേറ്റ് കോഴ്സ്, 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ പണ്ട് ഇവർക്ക് SRMകാർക്ക്, അത് കാട്ടാങ്കുളത്തുള്ള SRM മെയിൻ ക്യാമ്പസിൽ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അത് ചെറിയൊരു ഒരു ക്ലാസ്, കുഞ്ഞൊരു ക്ലാസ് അത്രേ ഉള്ളായിരുന്നുള്ളൂ. അവിടെയാണ് ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് പിന്നെ ഒരു 4-5 വർഷം മുമ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ അച്ചരപ്പക്കം ചെങ്കൽപ്പേട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്കാ വില്ലേജ്. ഉള്ളതെന്ന് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യണ്ട, പക്കാ വില്ലേജാണ്. ഓക്കെ. പിന്നെ വീഡിയോയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കും. വീഡിയോയിൽ കുറേ നല്ലതൊക്കെ തന്നെ, പക്ഷേ കാടാട്ടോ, ഫുള്ള് കാടാ. പിന്നെ വേറെന്തെന്നാ, പിന്നെ നമ്മൾ ഈ യൂട്യൂബിൽ SRM എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി SRM എന്ന് കേൾക്കുമ്പോൾ ഫുൾ ഇവൻറ്റ്സ്, കോൺസെർട്ട്, ഫുള്ള് ഇത് ട്രിപ്പ് കാര്യങ്ങൾ. ഇവിടെ അതൊന്നുമില്ല. ഓക്കെ. നമ്മളിവിടെ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ കോൺസെർട്ട് ഇവൻ്റൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷേ ഇവരുടേതായിട്ടുള്ള ഇവൻറ്റ് ഇവിടെ നമ്മളെ കോഴ്സിൽ ഇവൻ്റ് തരാനുള്ള ഒരു ഗ്യാപ്പില്ല. നമുക്ക് 3 മാസം പഠിത്തം, ബാക്കി ഒരു സെമിസ്റ്ററിൽ 3 മാസം പഠിത്തം, ബാക്കി 3 മാസം ഫുൾ എക്സാമാണ്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് 2025 ബാച്ചിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ 2025 ബാച്ചിനകത്ത് നമ്മളെ പുതിയ ഡീൻ കമ്മിറ്റി സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6th ഡീൻ കമ്മിറ്റി പുതിയ സിലബസ്. 5th ഡീൻ കമ്മിറ്റിക്കകത്ത് കുറേ സ്റ്റഡി ടൂറും ഹൈദരാബാദ് ടൂറും ഈ ടൂറും തമിഴ്നാട് ടൂറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 6th ഡീൻ കമ്മിറ്റിയിൽ ഇതൊക്കെ കട്ട് ഔട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഇയർ ഓൾ ഇന്ത്യ ടൂർ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓൾ ഇന്ത്യ ഒരു ടൂർ സംഭവം പരിപാടിയുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏകദേശം നോർത്തും സൗത്തും ഒക്കെ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റും, ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും. അപ്പോൾ അതൊക്കെ ഒരു നല്ല സ്കീമാണ്. പിന്നെ ഇവരുടേതായിട്ടുള്ള ഇവൻറ്റ് അത്തീന എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഉണ്ട്. ഞാനിതൊരു അറ്റൻഡ് ചെയ്തിട്ടില്ല, കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഡ്രസ് കോഡുണ്ട് ഗേൾസിന്.
ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ മെയിൻ ക്യാമ്പസിൽ ക്രോപ്പ് ടോപ്പ്, ഹൈ വേസ്റ്റ് ജീൻസ് സംഭവങ്ങളൊക്കെയുണ്ട്. അതൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മളിവിടെ വന്നത്. ബട്ട് അങ്ങനെയൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഡയലോഗുണ്ട് ദാറ്റ് ഡോണ്ട് എക്സ്പെക്ട് ദിസ് ക്യാമ്പസ് ആസ് ടു ബി മെയിൻ ക്യാമ്പസ്. ഇത് മെയിൻ ക്യാമ്പസിനെ കണക്കേയല്ല, ഇത് വില്ലേജിനകത്തുള്ളതാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതിനൊക്കെ നമ്മൾ നിൽക്കണം. പിന്നെ ഇവിടെ നമുക്ക് 6 മണി വരെ പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. ബോയ്സിന് ഐ തിങ്ക് 7:30 8 o'clock വരെ അങ്ങോട്ടുണ്ട്. പക്ഷേ ഗേൾസിന് 6 മണി വരെ ഉള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ കടകളൊന്നുമില്ല. ഓക്കെ, ഈ കാട്ടിനകത്തുനിന്ന് നമ്മളൊരു നിയർ ബൈ ടൗൺ പോകണം എങ്കിൽ പോലും ഒരു 3/4 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ ഫുള്ള് കാട. അത്ര കാടിനുള്ളിലാണ് ഈ കോളേജ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കാരണം ഈ കോളേജ് അഗ്രികൾച്ചർ കോളേജിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇത്ര സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് സാങ്ഷൻ കിട്ടുമെന്ന്. അപ്പം അതുകൊണ്ട് ആണ് ഇത്ര ഉണ്ടാക്കി വെച്ചേക്കുന്നത്, വലിയ ഉള്ളിൽ ആക്കി വെച്ചേക്കുന്ന കോളേജ്. പിന്നെ ഇവിടുന്ന് മെയിൻ ടൗണിലോട്ട് പോകണമെങ്കിലും ഓട്ടോയിൽ പോവുകയാണെങ്കിൽ 450 350 rupees ഫിക്സ്ഡ് റേറ്റ്. കാരണം 3/4 മണിക്ക് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും വെച്ചാൽ ഓട്ടോക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് 1/4 മണിക്കൂർ വരുമല്ലോ. പിന്നെ നമ്മളെ ഇവിടുന്ന് 1/4 മണിക്കൂർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ഏകദേശം 1.5 മണിക്കൂർ അവർക്ക് എടുക്കും. അപ്പോൾ ആ ട്രിപ്പിൻ്റെ ചാർജാണ് 350 450 എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നിയർ ബൈ എങ്ങും പോകാറില്ല. പിന്നെ പാർട്ട് 2 വേണമെങ്കിൽ പറയൂ കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യം, ഫുഡൊക്കെ ഓക്കെയാണ്. ഹോസ്റ്റൽ സൂപ്പർ കേട്ടോ. എടുത്ത് പറയുന്ന കാര്യം ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഹോസ്റ്റൽ സൂപ്പർ. നമ്മളെ ഡോർമെട്രി പോലത്തെ ഐറ്റം ഒന്നുമില്ല. നമുക്ക് ഒരു റൂമിൽ 2 പേര്, നല്ല വലിയ പാർട്ടീഷൻ ഉണ്ട്, നല്ല സെറ്റപ്പാണ്. അത് കോളേജിൽ എനിക്ക് തോന്നുന്നു വീഡിയോ ഉണ്ട് അതിനെക്കുറിച്ച്. നല്ല സെറ്റപ്പാണ് കേട്ടോ. ഹോസ്റ്റൽ സൂപ്പറാണ്, കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഫുഡും നല്ലതാണ്, അത്ര വലിയ കുഴപ്പമില്ല, ഫുഡൊക്കെ നല്ല. പിന്നെന്താ പറയാനുള്ളത്, ആൾക്കാരായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഓക്കെ, അവിടുത്തെ ആൾക്കാരായിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് പാടാണ്. പിന്നെ വേറെ നിങ്ങൾ SRM കാണുമെന്ന് വിചാരിക്കും, കോൺസേർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു വരുമ്പോഴത്തേക്കും ഇവിടെ അതൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഇവരുടെ പരിപാടികൾ മാത്രമേ ഉള്ളൂ. SRMന് പ്രിയദർശിനി വന്നു, അനിരുദ്ധ് വന്നു. ഇവിടെ ഒന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകത്തുമില്ല. നമ്മളിപ്പോൾ ഒരു സജഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകണം. കാരണം നമ്മൾ സെയിം ക്യാമ്പസിൽ സെയിം ബ്രാൻഡിങ് വരുന്ന ആൾക്കാരല്ലേ, നമ്മളെ കൊണ്ടുപോകണം. അവർക്കൊക്കെ നമ്മളെ കാണാൻ ഭയങ്കര പുച്ഛം. പിന്നെ അവർ നമ്മളെ ഹൈഫൈ ടീംസിൻ്റെ ഒരു സംഭവമാണ്. അഗ്രികൾച്ചറിന് അത്ര വലിയതൊന്നും അവർ കൊടുക്കാറില്ല. അതുകൊണ്ട് അവിടുത്തെ പിള്ളേർക്ക് നമ്മളത്ര വലിയ. പിന്നെ എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കും. നമ്മൾ കുറേ ഇതൊക്കെ കൊടുത്തു പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ കൊണ്ടുപോകുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ കോൺസേർട്ടും കാര്യങ്ങളും നമ്മളൊന്ന് വിചാരിച്ച് വെക്കുമല്ലോ, കോൺസേർട്ട് പങ്കെടുക്കണം, കോൺസേർട്ട് പോകണം. എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഈ കോൺസേർട്ടിനൊക്കെ ഒരു കോൺസേർട്ടിന് 2000 3000 4000 രൂപയൊക്കെയാണ് ടിക്കറ്റ്, കുറച്ച് നേരത്തേക്ക് മാത്രം. സോ അതുകൊണ്ട് ഞാനത്ര പ്രിഫർ ചെയ്യില്ല. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വന്നപ്പോൾ ഐ തിങ്ക് ഹാങ് ഔട്ടും ഡീഡ്സും പറഞ്ഞ 2 കട. ഒരു ഹാങ് ഔട്ട് എന്ന് ചായക്കട, അങ്ങ് കുറച്ച് ഉള്ളിൽ ചായക്കട. പിന്നെ ഡീഡ്സ് എന്ന് പറഞ്ഞൊരു കഫേ പോലത്തെ ഒരു ഐറ്റം. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം. പിന്നെ ഇപ്പോൾ വാഫിൾസ് എന്ന് പറഞ്ഞിട്ടൊരു പേസ്ട്രി കട എന്നല്ല, വാഫിൾ കിട്ടുന്ന കട, ഒരു കുഞ്ഞു കട. വാഫിൾ, അതിൻ്റെ അപ്പുറത്ത് PFC എന്ന് പറഞ്ഞിട്ട് KFCയുടെ വേറൊരു ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബിരിയാണി കട പോലത്തെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര കുഞ്ഞിതാട്ടോ. ഡോണ്ട് എക്സ്പെക്ട്, ഞാൻ പറയുന്നത് എനിക്ക് വലിയ കുഞ്ഞു കട പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിടാം. പിന്നെ കോഴ്സൊക്കെ നല്ല കേട്ടോ. ഇവിടെ പഠിക്കാൻ നമ്മൾ വരുവാണെങ്കിൽ പഠിക്കാനൊക്കെ ഓക്കെയാണ്. പിന്നെ എല്ലാ കോളേജിനും കുറേ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാ കോളേജിലുള്ള പോലെ ഇവിടെ ഉണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറയാൻ പറ്റത്തില്ല സംഭവം. പഠിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. എക്സ്പെരിമെൻറ്റും കാര്യമുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മറ്റ് അഗ്രികൾച്ചർ കോളേജിനെക്കാട്ടിയും കൊള്ളാം. അഗ്രികൾച്ചർ പഠിക്കാൻ വേണ്ടി നമ്മൾ വരുവാണെങ്കിൽ കോളേജ് കൊള്ളാം കേട്ടോ. ബാക്കി നമ്മൾ കുറച്ച് എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറഞ്ഞ് വരുവാണെങ്കിൽ ഇത്രയൊന്നും പ്രതീക്ഷിക്കണം. കോളേജ് ലൈഫ്, സിനിമയിൽ കാണുന്ന കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ജീവിതം, നമ്മളെ കാര്യം നോക്കി നമ്മൾ തന്നെ നടക്കുക. ആദ്യമൊക്കെ വരുമ്പോൾ ഇവിടെ കുറേ പേർക്ക് വരുന്ന സംഭവം നമ്മൾ കുറേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. SRM മെയിൻ ക്യാമ്പസിൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ അറിയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, മറ്റേ സ്ഥലത്ത് പോലെ അല്ല. ഇവിടെ നമ്മൾ കൂട്ടിലിട്ട് അടച്ചിട്ടേക്ക് നമ്മൾ ഇട്ട് വെച്ചേക്കുക.
പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് നമ്മളെ ഗേൾസിന് ഔട്ടിങ് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ എവറി തേഴ്സ്ഡേ ഇവർ കൊണ്ടുപോകുന്നുണ്ട് ഔട്ടിങ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, ഇവിടെ ഒരു അടുത്ത ടൗണിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ആക്കും. എന്നിട്ട് രണ്ട് മണിക്കൂർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ വരാം. അത് നല്ല സ്കീമാണ്. പിന്നെ ലൈക്ക് എന്താ പറയുക, ഇവിടെ PG എടുക്കാനുള്ളൊരു സംഭവമില്ല കേട്ടോ. ഇവർ അലൗ ചെയ്യാത്തതല്ല, ഇവിടെ എക്സ്റ്റേണൽ PGs ഒന്നും ഇല്ല. ഈ ഫുള്ള് കാട്ടിൽ ഇവരുടെ ഈ ബിൽഡിങ്ങും ഇവരുടെ തന്നെ ഹോസ്റ്റലും മാത്രമേ ഉള്ളൂ. നമുക്ക് PG എടുക്കാനുള്ള വേറെ സംഭവമേ ഇല്ല. ഇവിടെ ദൂരെ വരെ ഇത് മാത്രമേ ഉള്ളൂ. ദൂരെ വരെ ആൾക്കാരുടെ വീട് മാത്രമേ ഉള്ളൂ. അതും 1-2 പേരുടെ, കുറേ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ വീട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് PG എടുക്കാമെന്നും പറഞ്ഞ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഞാൻ വിചാരിച്ചാൽ വന്നത്, പക്ഷേ ഇവിടെ ഇല്ല. ഹോസ്റ്റലിൽ മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കയറേണ്ടി വരും. ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം കേട്ടോ. ലാസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയാം. ഫുഡ് ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്. ഇവൻറ്റും കാര്യങ്ങളും മെയിൻ ക്യാമ്പസ് കൂടെ പ്രതീക്ഷിക്കേണ്ട. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവരുടെ മാത്രമേ ഇവൻറ്റും കാര്യങ്ങളും ഉള്ളൂ. പിന്നെ ടൂർ IV കാര്യങ്ങളൊക്കെ സീനിയേഴ്സിനുണ്ട്. പക്ഷേ നമ്മളുടെ പുതിയ റെഗുലേഷൻസുള്ള ആൾക്കാർക്കില്ല. അതായത് എനിക്കും എൻ്റെ അതായത് പുതിയ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ജൂനിയേഴ്സിനും അങ്ങനെയൊന്നും വരത്തില്ല. നമുക്ക് അവസാനം ഓൾ ഇന്ത്യ ടൂറിൻ്റെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് നിയർ ബൈ പോകാനുള്ള ഒരു അവസ്ഥ കിട്ടത്തില്ല. ഗേൾസിന് എന്തായാലും കിട്ടത്തില്ല. സ്ട്രിക്റ്റാണ് കേട്ടോ. ഡ്രസ് കോഡുണ്ട്. ബോയ്സിന് ഡ്രസ് കോഡും ടീഷർട്ടൊന്നും ഇടാൻ പറ്റത്തില്ല. ഷർട്ട് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഗേൾസിനായാലും ചുരിദാർ, ഷോർട്ട് ടോപ്സ്, ഷോർട്ട് കുർത്തി, ക്രോപ്പ് ടോപ്പ് ഒന്നുമില്ല. ചുരിദാർ ഇടാം. പിന്നെ ഷോളൊന്നും അത്ര മാൻഡറ്ററി ആക്കുന്നില്ല അവർ. പിന്നെ കോളേജ് ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട നോർമൽ സാധാരണ കോളേജ് ലൈഫാട്ടോ. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അഗ്രികൾച്ചർ കോളേജിനെക്കാട്ടിയും കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ബൈ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണൽ DM ചെയ്താലും മതി. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അറ്റാച്ച് ചെയ്യാം, എനിക്ക് തോന്നുവാണെങ്കിൽ. അല്ല അറ്റാച്ച് ചെയ്യൂല. ഓക്കെ, ബൈ.